6000 വർഷമായി ഈ ലോകത്ത് ഒരു കാര്യത്തിന് മാത്രം ഒരു മാറ്റവും വന്നിട്ടില്ല. പവർ, വെൽത്ത്, സെക്യൂരിറ്റി. ഇതിൻ്റെ എല്ലാം അൾട്ടിമേറ്റ് സിമ്പിളായി ഒരു കാര്യമേ നിലനിൽക്കുന്നുള്ളൂ. അതാണ് ഗോൾഡ്, സ്വർണം. പണ്ടത്തെ രാജാക്കന്മാർ മുതൽ ഇന്നത്തെ കോടീശ്വരന്മാർ വരെ, സാമ്രാജ്യങ്ങൾ മുതൽ സർക്കാരുകൾ വരെ എല്ലാവരും ഒരേപോലെ ചേസ് ചെയ്യുന്ന ഒന്നാണ് ഈ ഗോൾഡ്. ഇന്നും ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളെ നേരിടാൻ രാജ്യങ്ങൾ ആയിരക്കണക്കിന് ടൺ സ്വർണങ്ങളാണ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ട് സ്വർണത്തിന് എപ്പോഴും ഇത്ര ഇമ്പോർട്ടൻസ്? ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് വരുമ്പോൾ സ്വർണം എങ്ങനെയാണ് ഒരു കൺട്രിയെ രക്ഷിക്കുന്നത്? ഇന്ത്യയുടെ സ്വർണം ആരാണ് കൊള്ളയടിച്ചത്? പത്മനാഭസ്വാമി ക്ഷേത്രം ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രമായി എങ്ങനെ മാറി? ഇതെല്ലാം ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയി അറിയാം. ആദ്യത്തെ ചോദ്യം, സ്വർണം എവിടെ നിന്ന് വന്നു? അതിൻ്റെ ചെറിയൊരു റൂട്ട് മാപ്പ് ഞാൻ പറയാം. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ സ്പേസിൽ ന്യൂട്രോൺ സ്റ്റാർസ് കൂട്ടിയിടിച്ച് ഒരു മാസീവ് എക്സ്പ്ലോഷൻ ഉണ്ടാകും. ഇതുവഴി ഗോൾഡ് നമ്മുടെ ഭൂമിയിലെത്തുന്നു. പിന്നീട് വർഷങ്ങളോളം കടന്ന് ഭൂമിയുടെ ഉള്ളിലേക്ക് പോവുകയും വോൾക്കാനിക് ഇറപ്ഷൻസിലൂടെ വീണ്ടും ഭൂമിയുടെ മുകൾ ഭാഗത്തേക്കും പാറകളിലേക്കും എത്തുന്നു. പിന്നീട് മൈനിങ്ങിലൂടെ നമ്മൾ സ്വർണം എടുക്കുന്നു. പ്ലാനറ്റ് മാസിന്റെ വെറും 0.001% മാത്രമാണ് ഗോൾഡിന്റെ മാസ്. അതുകൊണ്ടാണ് ഇത്രയും റെയറും വാല്യൂബിൾ ആയി ഗോൾഡിനെ കാണുന്നത്. അപ്പോൾ ഈ സ്വർണം എങ്ങനെ മനുഷ്യർക്ക് ഇത്രയ്ക്കും ഒബ്സെഷനായി മാറിയതെന്ന് അറിയണ്ടേ? മനുഷ്യർ ഗോൾഡ് ഉപയോഗിച്ചിട്ട് 6000 വർഷത്തിലധികമായി. ബൾഗേറിയയിലെ വർണ്ണ നെക്രോപോളിസിൽ നിന്നുള്ള പുരാവസ്തുക്കളാണ് ഇതിന്റെ തെളിവ്. അതിനു പിന്നാലെ ഈജിപ്തുകാർ ഗോൾഡിനെ ഗോഡ്സ് ഫ്ലെഷ് എന്ന് വിളിച്ച് പോപ്പുലറാക്കി. രാജാക്കന്മാരുടെ കബറുകളിൽ സ്വർണ്ണാഭരണങ്ങൾ നിറച്ചിരുന്നതും ഇതുകൊണ്ടാണ്. അവർക്ക് പരലോകത്ത് സമ്പത്ത് വേണമല്ലോ. 1500 BC-യോടെ സ്വർണം ഒരു പണമായി ഉപയോഗിക്കാൻ ആരംഭിച്ചു. ലിഡിയയിൽ ആദ്യ സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടാക്കി. പിന്നീട് റോമൻ സാമ്രാജ്യം വന്നപ്പോൾ സ്വർണം ഒരു രാജ്യത്തിന്റെ പണം, ശക്തി, യുദ്ധം എല്ലാമായി മാറി. റോമക്കാർ ഹൈഡ്രോളിക് മൈനിങ് ഉപയോഗിച്ച് വലിയ തോതിൽ സ്വർണ്ണ ഖനനം നടത്തി. ലാർജ് സ്കെയിലിൽ ഗോൾഡ് കോയിൻ സിസ്റ്റംസ് കൊണ്ടുവന്നു. സാമ്രാജ്യം തകർന്നപ്പോഴോ ആളുകൾ സ്വർണം കയ്യിൽ സൂക്ഷിക്കാൻ തുടങ്ങി. അത് സ്വർണത്തിന്റെ വില കൂടാൻ കാരണം. പിന്നെ 1400 തൊട്ട് 1800-കളിൽ ഹെർനൻ കോർട്ടസ് ആൻഡ് ഫ്രാൻസിസ്കോ പിസാറോ തുടങ്ങിയ സ്പാനിഷ് എക്സ്പ്ലോറേഴ്സ് പല നഗരങ്ങളിലും ആക്രമിച്ച് വൻതോതിൽ സ്വർണം മോഷ്ടിക്കുകയും യൂറോപ്പിലേക്ക് ഒഴുക്കുകയും ചെയ്തു. അതിനുശേഷമാണ് 1848-ലെ കാലിഫോർണിയ ഗോൾഡ് റഷ് ഒക്കെ വരുന്നതും കൂടുതലായി ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക പോലുള്ള സ്ഥലങ്ങളിൽ ഗോൾഡ് കണ്ടെത്തുന്നത്. ലോകത്തിന്റെ പല മൂലകളിൽ നിന്നും ലക്ഷക്കണക്കിന് ആളുകൾ സ്വർണം കണ്ടെത്താനായി കാലിഫോർണിയയിലേക്ക് കുടിയേറി. 10,000-കണക്കിന് പേരുടെ ജീവിതം മാറ്റിമറിച്ച ഒരു സംഭവമായിരുന്നു ഈ ഗോൾഡ് റഷ്. 1900-കളിൽ US പ്രസിഡന്റ് വില്യം മെക്കിൻലി ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന ആശയം കൊണ്ട് പല രാജ്യങ്ങളിലും സ്വന്തം കറൻസി സ്വർണവുമായി കണക്ട് ചെയ്ത് ഗോൾഡിനെ ഒരു ഗ്ലോബൽ ട്രേഡിംഗ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ 1971-ൽ അമേരിക്കൻ പ്രസിഡന്റ് നിക്സൺ ഗോൾഡ് സ്റ്റാൻഡേർഡ് അവസാനിപ്പിച്ചു. പേപ്പർ മണി പോലെയല്ല, ഗോൾഡ് ഒരു ലിമിറ്റഡ് എമൗണ്ട് ആയതുകൊണ്ട് ബാങ്ക്സ് എപ്പോഴും ഗോൾഡ് സ്റ്റോക്ക് ചെയ്യാൻ ശ്രമിക്കും. അതിന് മറ്റു കാരണങ്ങളുമുണ്ട്. 1991-ലെ എക്കണോമിക് ക്രൈസിസ് ഒന്ന് ആലോചിച്ചു. സിമ്പിളായി ഒരു എക്സാമ്പിൾ പറയാം. ഒരു ഫാമിലിയിലെ ഇൻകം കുറയുകയും എക്സ്പെൻസ് കൂടുകയും ചെയ്യുന്നു എന്ന് വിചാരിക്കും. അതേസമയം പല സ്ഥലങ്ങളിൽ നിന്നായി കടമെടുത്ത് മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ കടം നൽകിയവർ അത് നിർത്തുന്നു. അപ്പോൾ ഉണ്ടാകുന്ന ഫൈനാൻഷ്യൽ ക്രൈസിസ് എന്താണ്? അതുതന്നെയാണ് ഇന്ത്യയും അന്ന് നേരിട്ടത്. അമിതമായ സർക്കാർ നിയന്ത്രണം മൂലം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ മുറുകി. 1991 ആയപ്പോഴേക്കും ഫിസ്ക്കൽ ഡെഫിസിറ്റ് GDP 8.4% ആയി ഉയർന്നു. ഇറക്കുമതി കൂടുതലും കയറ്റുമതി കുറവുമായിരുന്നു. 1990-ലെ ഗൾഫ് യുദ്ധം എണ്ണവില കുതിച്ചുയരാൻ കാരണമായി. ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ അന്ന് ഇന്ത്യ എന്താ ചെയ്തെന്നറിയോ? ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക തീരുമാനം എടുത്തു. എമർജൻസി ലോണിനായി ഇന്ത്യ 47 ടൺ സ്വർണം UK-യിലേക്കും സ്വിറ്റ്സർലാൻഡിലേക്കും കൊലാട്രലായി എത്തിച്ചു. 2016-ൽ വെനസ്വേല തകർന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാം. ഒരു സമയം ലോകത്ത് ഏറ്റവും സമ്പന്നമായ എണ്ണ ഉത്പാദക രാജ്യങ്ങളിൽ ഒന്നായിരുന്നു വെനസ്വേല. വെനസ്വേലയുടെ വരുമാനത്തിന്റെ 90% എണ്ണ കയറ്റുമതിയായിരുന്നു. 2014-ൽ ഗ്ലോബലി എണ്ണ വില തകർന്നപ്പോൾ രാജ്യത്തിന് സമ്പത്ത് നഷ്ടപ്പെട്ടു. എന്നാൽ ആ അവസ്ഥയിലും ഗോൾഡ് റിസർവ്സ് വെച്ചാണ് സർക്കാർ അതിജീവിച്ചത്. 2022-ൽ റഷ്യ-യുക്രൈൻ വാർ തുടങ്ങിയപ്പോൾ വെസ്റ്റേൺ കൺട്രീസ് റഷ്യക്കെതിരെ വൻ എക്കണോമിക് സാങ്ഷൻസ് ഏർപ്പെടുത്തി. പക്ഷെ റഷ്യ കയ്യിലുണ്ടായ ഒരു വിലയേറിയ ആയുധം ഉപയോഗിച്ചു, ഗോൾഡ്. ഇതുവരെ പല രാജ്യങ്ങളിലും സമ്പദ് വ്യവസ്ഥ രക്ഷിക്കാൻ സ്വർണത്തെ ആശ്രയിച്ചിട്ടുണ്ട്. എന്തിനു പറയണം, ഒരു പ്രശ്നം വന്നാൽ നമ്മുടെ വീടുകളിലും ഇതുതന്നെയല്ലേ ചെയ്യുന്നത്. RBI 800-ലധികം ടൺ സ്വർണം കൈവശം വെച്ചിട്ടുണ്ട്. ഭൂമിയിലെ മറ്റേതൊരു രാജ്യത്തെക്കാളും കൂടുതൽ ഗോൾഡ് US-ലുണ്ട്.
8100 ടണ്ണിലധികം. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയ്ക്ക് എന്തുകൊണ്ടാണ് ഇത്രയധികം ഗോൾഡ് ആവശ്യമായി വരുന്നത്? കാരണം യുദ്ധകാലങ്ങളിലോ സാമ്പത്തിക പ്രശ്നങ്ങളിലോ ഇൻഫ്ലേഷനിലോ സ്വർണ്ണവില കുതിച്ചുയരും. ഇനി ഇന്ത്യയുടെ ഗോൾഡ് ഹിസ്റ്ററി ഒന്ന് നോക്കാം. നൂറ്റാണ്ടുകളായി ഇന്ത്യയെ സോനേക്കി ചിടിയ എന്നാണ് വിളിച്ചത്. പക്ഷെ എല്ലാവർക്കും അതിൽ നിന്ന് ഒരു ഭാഗം വേണമല്ലോ. ഇൻഡസ് വാലി സിവിലൈസേഷൻ കാലത്ത് തന്നെ ഇന്ത്യയിൽ സ്വർണം ഉപയോഗിച്ചിരുന്നു. മൊഹൻജദാരോ, ഹരപ്പ എന്നിവിടങ്ങളിൽ സ്വർണ്ണാഭരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ദക്ഷിണേന്ത്യൻ ചേര, ചോഴ, പാണ്ഡ്യ രാജവംശങ്ങൾ സൗത്ത് ഏഷ്യയിലെ ഗോൾഡ് ട്രേഡിന്റെ പ്രധാന കേന്ദ്രങ്ങളായിരുന്നു. മുസിറിസിൽ നിന്ന്, അതായത് ഇന്നത്തെ കൊടുങ്ങല്ലൂരിൽ നിന്ന് റോമക്കാർക്ക് വ്യാപാരത്തിനായി ഗോൾഡ് നാണയങ്ങൾ നൽകിയിരുന്നു. ടിപ്പു സുൽത്താൻ ഗോൾഡ് നാണയങ്ങൾ കൊണ്ടുവന്ന രാജാക്കളിൽ ഒരാളാണ്. അദ്ദേഹത്തിന്റെ പത്മതങ്ക എന്ന സ്വർണ്ണ നാണയം ഇന്ത്യയിൽ ഇന്നും പോപ്പുലറാണ്. വാരണാസിയിലെ സ്വർണ്ണ വ്യവസായം 1857 ആദ്യ സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാരുടെ കണ്ണിൽപ്പെട്ടിരുന്നു. കേരളം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗോൾഡ് ഉപഭോക്താക്കളിൽ ഒന്നാണ്. കസ്തൂരി മാണിക്യം എന്ന് വിളിച്ചിരുന്ന പഴയകാല തിരുവിതാംകൂർ സ്വർണം കേരളത്തിൽ ഇന്നും പ്രശസ്തമാണ്. പിന്നെ KGFനെ കുറിച്ച് അറിയാലോ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ സ്വർണ്ണ ഖനികളിൽ ഒന്നാണ് KGF. 2nd സെഞ്ച്വറി BC മുതൽ ഈ സ്ഥലം സ്വർണ്ണ ഉത്പാദന കേന്ദ്രമായിരുന്നു. മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലും സ്വർണ്ണ ഖനനം നടന്നിരുന്നു. ഇന്ത്യക്ക് സ്വർണമായുള്ള ബന്ധം പറയാൻ ക്ഷേത്രങ്ങളിലേക്ക് നോക്കിയാൽ മതി, പ്രത്യേകിച്ച് പത്മനാഭസ്വാമി ക്ഷേത്രം. 1000 വർഷങ്ങൾക്ക് മുന്നേ കേരളം കുരുമുളക്, ചന്ദനം, ആനക്കൊമ്പ്, വിലയേറിയ കല്ലുകൾ എന്നിവയ്ക്ക് പേരുകേട്ടതായിരുന്നു. റോം, അറേബ്യ, ചൈന, യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്നുള്ള വ്യാപാരികൾ ഈ ആഡംബരങ്ങൾക്ക് പകരമായി സ്വർണമായിരുന്നു നൽകിയിരുന്നത്. ഈ സമ്പത്തിന്റെ ഭൂരിഭാഗവും ക്ഷേത്രങ്ങൾക്കാണ് ദാനം ചെയ്തിരുന്നത്. അതിൽ ഏറ്റവും ആദ്യം നിന്നിരുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. 1750 തിരുവിതാംകൂർ ഭരണാധികാരി മഹാരാജാവ് മാർത്താണ്ഡവർമ്മ അസാധാരണമായ ഒരു പ്രഖ്യാപനം നടത്തി. അദ്ദേഹം തന്റെ മുഴുവൻ രാജ്യവും സമ്പത്തും ശ്രീ പത്മനാഭന് സമർപ്പിച്ചു. 2011 കേരളത്തിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ $22 ബില്യൺ വിലമതിക്കുന്ന സ്വർണം കണ്ടുകിട്ടി. നിലവറ ബി ഇപ്പോഴും തുറന്നിട്ടില്ല. സ്വർണം ഈ പറഞ്ഞ 6000 വർഷത്തോളം നിലനിന്നിരുന്നു. പക്ഷെ അത് ഭാവിയിൽ നിലനിൽക്കുമോ? ഗോൾഡ് വെറും ഭംഗിക്ക് മാത്രമൊന്നും വേണ്ടിയല്ല. ഇലക്ട്രോണിക്സിൽ, മെഡിസിനിൽ, സ്പേസ് ടെക്നോളജിയിൽ ഗോൾഡ് ഉപയോഗിക്കുന്നു. നാസയുടെ ആസ്ട്രോനോട്ടുകളുടെ ഹെൽമെറ്റുകളിൽ വരെ ഗോൾഡ് കോട്ടിംഗ് ഉണ്ട്. ഫോർട്ട് നോക്സിൽ മാത്രം 4500-ലധികം മെട്രിക് ടൺ ഗോൾഡ് സംഭരിച്ചിരിക്കുന്നു. ചൈനയും റഷ്യയും US-ഉം ഒക്കെ ഗോൾഡ് റിസർവ് കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളിലും അവരുടെ എക്കണോമിക് പവർ ഹൗസായി ഗോൾഡ് ഡെപ്പോസിറ്റ്സിനെ കാണുന്നു. ഗോൾഡ് ബാക്ക് ഡിജിറ്റൽ കറൻസീസ് വരുന്നു. AI, 5G ആൻഡ് EV ഇൻഡസ്ട്രീസ് ഗോൾഡിനെ പ്രൊമോട്ട് ചെയ്യുന്നു. സ്വർണത്തിന്റെ വില കൂടിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങളും ഗോൾഡ് സേവ് ചെയ്യുന്നില്ലേ? ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ ചെയ്തോ. ജാർ ആപ്പിലൂടെ.